ഹായ്, സഹദേവ് മാഷാണേ. 3D എഫക്റ്റുള്ള ചിത്രങ്ങളിൽ ഒന്നുകൂടെ ഈ വെക്കേഷൻ കാലത്ത് അവതരിപ്പിക്കുകയാണ്. A4 പേപ്പറിലാണ് ചെയ്യുന്നത്. A4 പേപ്പറിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും 10.5 സെൻറ്റിമീറ്റർ റേഡിയസിലൊരു സർക്കിൾ വരച്ച് പിന്നീട് ആ സർക്കിളിനെ 6 തുല്യ ഭാഗമാക്കി മാറ്റുന്നു. അതായത് ഒരു റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം കിട്ടാൻ വേണ്ടി ഇപ്പോൾ 10.5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിൾ പേപ്പറിൻ്റെ അറ്റത്തൂടെയാണ് പോവുക. നമുക്ക് അത് കുഴപ്പമില്ല, കാരണം ഹെക്സഗണിൻ്റെ ആ പരിധി അറ്റം വരെ പോവില്ല. അതുകൊണ്ട് ഈ രൂപത്തിൽ തന്നെ കട്ട് ചെയ്യണം. മുമ്പും പല എപ്പിസോഡിലും കാണിച്ചത് തന്നെയാണ്. ഇല്ലെങ്കിൽ ചിത്രം പുറത്തു പോകും. ഓക്കെ, പെൻസിൽ കൊണ്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. കാരണം അത് പിന്നീട് അവിടുന്ന് ഒഴിവാക്കേണ്ടതാണ്, മായ്ച്ച് പോക്കേണ്ടതാണ്. സർക്കിളും ആർക്കൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിങ്ങനെ 6, 1, 7 പോയിൻ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ലെങ്ത് 10.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ ലൈൻ, പിന്നീട് 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, വീണ്ടും 4.5 സെൻറ്റിമീറ്റർ ലൈൻ. ആ രൂപത്തിലാണ് 6 ഭാഗത്തും. അപ്പോൾ ഒരറ്റത്ത് 0-ഉം മറ്റേ അറ്റത്ത് 10.5 ആയിരിക്കും. യെസ്. ഇപ്പോൾ 2 ലൈനിൻ്റെയും മധ്യഭാഗത്ത് 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. അപ്പോൾ ഹെക്സഗൺ രൂപത്തിലാണ് ഉണ്ടാവുക, പൂർണ്ണമായിട്ടും ഉണ്ടാവില്ല. അവിടെ 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. യെസ്. അപ്പോൾ അളവ് വളരെ കൃത്യമായിരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഹെക്സഗണിൻ്റെ രൂപത്തിൽ വരച്ച് ഇതുപോലെ ഒരറ്റത്ത് 0 വെച്ചാൽ മറ്റേ അറ്റത്ത് 21 ആയിരിക്കും. അപ്പോൾ മധ്യഭാഗത്ത് 10.5 ആയിരിക്കുമല്ലോ. അപ്പോൾ ഓരോ 1.5 സെൻറ്റിമീറ്ററിനും അടയാളപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരറ്റത്ത് 0, മറ്റേ അറ്റത്ത് 21, മധ്യബിന്ദു 10.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 1.5, 3, 4.5, 6, 7.5, 9, 10.5, 12, 13, അങ്ങനെ ഓരോ 1.5 സെൻറ്റിമീറ്ററും ഇടവിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ആ ഡയമീറ്ററിലാണ് ചെയ്യുന്നത്. അത് കൃത്യം 21 സെൻറ്റിമീറ്റർ ആയിരിക്കും. യെസ്. ഇനി അതുപോലെ നമ്മൾ ആ സൈഡിലുള്ള ലൈനിലും ഓരോ 1.5 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇടുക. അപ്പോൾ 1.5, 3, 4.5 എന്ന് പറയുമ്പോൾ അവിടെ ആ ലൈനിൻ്റെ അറ്റത്തായിരിക്കും. പിന്നെ 6 എന്ന് പറയുമ്പോൾ ആ ലൈനിൻ്റെ അറ്റത്തായിരിക്കും. യെസ്. 1.5, 3, 4.5, 6, 7.5, 9. ഇപ്പോൾ പോയിൻ്റ് ഇടുന്നത് ബ്ലാക്ക് പെർമനൻ്റ് മാർക്കറുകൊണ്ട് CD മാർക്കറുകൊണ്ട് ചെയ്താലും മതി. ഇല്ലെങ്കിൽ പെൻസിലിൻ്റെ മേലെ അതേ നിറം കൊണ്ടാണെങ്കിൽ കണ്ടില്ല എന്ന് വരും. കൃത്യം ആ വരയിൽ തന്നെയാണ് നമ്മളെ പോയിൻ്റ് വരേണ്ടത്. യെസ്. ഇനി അടുത്ത ലൈൻ നോക്കുക. യെസ്. ഇത് അവിടുന്ന് 4.5 സെൻറ്റിമീറ്റർ വരച്ച് വീണ്ടും നമ്മൾ നേരത്തെ 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, വീണ്ടും 4.5. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്ത് കയറുന്നുണ്ട്. ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ 4.5, 1.5 ഗ്യാപ്പ്, 4.5 ആ രൂപത്തിൽ തന്നെയാണ്. അവിടുന്ന് ഈ രൂപത്തിലാണ്. ഇനി അത് ക്രോസ് ചെയ്ത് വരും. യെസ്. ഇവിടെയും 4.5 സെൻറ്റിമീറ്റർ, 1.5 ഗ്യാപ്പ്. അപ്പോൾ അവിടെ അത് കൂടിപ്പോയിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ തന്നെ റബ്ബർ കൊണ്ട് മായ്ച്ച് പോക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ മൊത്തം 10.5 സെൻറ്റിമീറ്ററേ വരാവും. അവിടെ ഒരു 1.5 സെൻറ്റിമീറ്റർ നീങ്ങിപ്പോയിട്ടുണ്ട്. യെസ്. ഇതാ ഇവിടെയും 0 to 4.5, 6 to 10.5. ഈ ഒരു പോർഷനാണ്. അത് പെൻസിലായതുകൊണ്ട് നമുക്ക് മായ്ച്ച് പോക്കാം. ആദ്യഘട്ടത്തിൽ നിങ്ങളും പെൻസിൽ കൊണ്ടേ ചെയ്യാം. അപ്പോൾ 3 ഭാഗത്ത് ക്രോസ് ചെയ്ത് കയറും.
ഇനി ഇതാ ഇവിടുന്ന് 4.5 സെൻറ്റിമീറ്ററാണ് വരയ്ക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ 4.5 സെൻറ്റിമീറ്റർ എങ്ങനെയാണ് വരുന്നത് നോക്ക്. അത് ആ ജോയിൻ്റ് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, മറ്റേത് മറ്റേ അറ്റത്തു നിന്നാണ്. അങ്ങനെ 2 തരത്തിലാണ് 2 ഭാഗത്തും വരയ്ക്കുന്നത്. യെസ്, അവിടുന്ന് 4.5 എന്ന് പറയാൻ പുറത്തേ അറ്റം വരെ എത്തും. എന്നാൽ ഇവിടുത്തെ 4.5 ഉള്ളിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. യെസ്, അപ്പോൾ ഒരു ഭാഗത്ത് 2 ഭാഗത്തും 3 യൂണിറ്റ് തന്നെ, പക്ഷേ നീങ്ങി പോകുന്നുണ്ടെന്ന് മാത്രം. യെസ്, ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇതാ ഇനി അടുത്ത സ്റ്റെപ്പ്. ഇവിടെ എന്താ 7.5 സെൻറ്റിമീറ്ററാണ് ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ആദ്യം 3 സെൻറ്റിമീറ്റർ വരച്ച് 1.5 വിട്ട് വീണ്ടും 3 അപ്പോൾ 3, 1.5, 3 ആ രൂപത്തിലാണ്. ചുറ്റും അങ്ങനെ തന്നെയാണ്. ആ 2 പോയിൻ്റ് 3, 1.5 ഗ്യാപ്പ്, വീണ്ടും 3 സെൻറ്റിമീറ്റർ. അതിന് ഒരറ്റത്ത് 0 മറ്റേ അറ്റത്ത് 7.5 ആണ് ഉണ്ടാവുക സ്കെയിൽ വെച്ചാൽ. ഇതാ ഇനി അടുത്ത സ്റ്റെപ്പ് അത് ക്രോസ് ചെയ്ത് വരക്കലാണ്. ഇതാ ഈ രൂപത്തിൽ തിരിച്ചും ക്രോസ് ചെയ്ത് വരക്കുക. അതിനുശേഷം ആ ഗ്യാപ്പ് ഒരു സാമാന്തരികം, ഒരു റോംബസ് ആയിട്ട് അവിടെ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അതായത് ഒരറ്റത്ത് മുറിച്ച് മാറ്റിയതുപോലെയും മറ്റേ അപ്പോൾ 2 മുനയും കൂടെ തൊട്ട് ഒരു പോയിൻ്റിൽ തൊട്ട് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഒരറ്റത്തൊരു റോംബസും മറ്റേ അറ്റത്ത് കുത്തനെ അതിൻ്റെ അറ്റം മുറിച്ച് വെച്ചതുപോലെയാണ് തോന്നുന്നത്. അപ്പോൾ ചെയ്യുന്നതെല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ്. ആ വരച്ച് മുറിച്ചെടുത്തതൊക്കെ ഒരേ രൂപത്തിൽ തന്നെയാണ്. യെസ്, ഒരു ഭാഗത്ത് അപ്പോൾ 6 ഭാഗത്തും ഇതാ ഈ രൂപത്തിൽ തന്നെയാണ് ക്രോസ് ചെയ്ത് മുറിക്കുന്നത്. എന്നിട്ട് ഇതാ ഒരേ രൂപത്തിൽ തന്നെ വരും. അപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടെങ്കിലും ഒരു രീതി മനസ്സിലായി കഴിഞ്ഞാൽ അതേ തരത്തിൽ തന്നെയാണ്, അതേ പാറ്റേണിൽ തന്നെയാണ് തീർത്തും പോകുന്നത്. അപ്പോൾ ഇത് തന്നെ ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് വലുതാക്കി വരയ്ക്കാനുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ 1.5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആക്കി എടുക്കുക. അപ്പോൾ ഓരോ യൂണിറ്റും ചെറിയ യൂണിറ്റും 1.5ക്ക് പകരം 3, വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ 3ഉം 3ൻ്റെ ഗുണിതങ്ങളുമാണ് വേണ്ടത്. ഇത് ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ആ പുറത്തുള്ള ആ ഒരു സമൃദ്ധ രൂപം നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ 3 യൂണിറ്റ് തുടർച്ചയായി വരയ്ക്കുകയാണ്. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു യൂണിറ്റ്. അപ്പോൾ ഇത് ആ ഭാഗത്ത് മാത്രമേ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതവിടുന്ന് 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പിന് ശേഷം 3 യൂണിറ്റ് മധ്യബിന്ദുന്ന് റൈറ്റിലേക്ക് 2 യൂണിറ്റുമാണ്. യെസ്, അവിടെയും വരുമ്പോൾ ഇതാ 2 യൂണിറ്റ് ലെഫ്റ്റും 3 യൂണിറ്റ് റൈറ്റും ആയിട്ടാണുള്ളത്. ഇത് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ പെൻസിൽ കൊണ്ട് മാത്രമേ വരയ്ക്കാവൂ. എനിക്ക് തന്നെ പലപ്പോഴും വര മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ചെയ്യുമ്പോൾ മാറിപ്പോകാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. ഇതൊക്കെ സ്കെയിലിൻ്റെ അളവ് ചെറിയ വരയാണെങ്കിൽ അത് 1.5 സെൻറ്റിമീറ്ററും തൊട്ട് 2 യൂണിറ്റാണ് 3 സെൻറ്റിമീറ്റർ. ഇനി 3 യൂണിറ്റ് ആണെങ്കിൽ 4.5 സെൻറ്റിമീറ്റർ. ആ രൂപത്തിൽ സ്കെയിലിൻ്റെ അളവിൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ക്രോസ് ചെയ്ത് വരച്ചതിന് ശേഷം ഒരു റോംബസ് അവിടെ ഫിറ്റ് ചെയ്യുകയാണ്. യെസ്, ഇത്
അപ്പോൾ മുറിച്ച് വെച്ചതുപോലെയുള്ളൊരു ഫീലിംഗ്, ഒരു തോന്നൽ ഉണ്ടാവണം. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കിട്ടണം. അപ്പോൾ ഇങ്ങനെ 6 ഭാഗത്തും വേണം. 6 ഭാഗത്തും ഒരേ തരത്തിലല്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും സ്കെയിൽ വെക്കുന്നത് നമ്മൾ നേരത്തെ 1.5 സെൻറ്റിമീറ്ററിന് ഇട്ട പോയിൻറ്റുകൾ, ആ പോയിൻ്റ് തൊട്ടുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ പാരലൽ ലൈൻ കിട്ടില്ല. ഇപ്പോൾ വരക്കുന്ന എല്ലാ വരകളും സമാന്തര വരകൾ തന്നെയാണ്, പാരലൽ ലൈൻസ് തന്നെയാണ്. മറ്റൊന്ന് ഇതിലുണ്ടാകുന്ന കോണുകളാണ്. കോണുകൾ ചെറുതും വലുതുമായ കോണുകൾ എപ്പോഴും 1:2 എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. ചെറിയ കോണ് 60 ഡിഗ്രിയും വലിയ കോണ് 120 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 2 ഭാഗം ചെയ്ത് ഇനി അടുത്ത ഭാഗം. അപ്പോൾ സ്കെയിൽ വെക്കുമ്പോൾ നോക്കിക്കോ, നമ്മൾ ആ 1.5 സെൻറ്റിമീറ്റർ പോയിൻറ്റിന് കണക്കായിട്ടാണ് ഒരറ്റത്ത് 0 ആണ് വെച്ചതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്യാപ്പ് എപ്പോഴും 1.5 സെൻറ്റിമീറ്ററാണ്. ഒരു യൂണിറ്റ് 1.5 സെൻറ്റിമീറ്ററിലാണ് ഗ്യാപ്പ് വരുന്നത്. യെസ്, ഇതും ക്രോസ് ചെയ്ത് വരച്ചുകൊണ്ട് അവിടെ റോംബസ് ഫിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു പ്രത്യേക രൂപത്തിലാണ്. മറ്റേ ആ 5 ഭാഗവും ചെയ്തതുപോലെയല്ല ഈ ഭാഗം ചെയ്യുന്നതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ 2 ഘട്ടങ്ങളിലായിട്ടുണ്ട്. ആ മുറി 2 കഷ്ണങ്ങളായി മുറിക്കുന്നുണ്ട്. നേരത്തെ ഉള്ളതിന് ഓരോ ഭാഗത്ത് ഓരോ മുറി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാണിച്ചു തരാം. യെസ്, അവിടെ ആ ഗ്യാപ്പിന് കണക്കാക്കി ഒരു കട്ടയും കൂടെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് മാത്രമേ അങ്ങനെ ഒരു ചെറിയ കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ ആ രൂപത്തിൽ നമുക്ക് ഡിസൈൻ കിട്ടൂ. അതുകൊണ്ടാണ് ചെയ്തത്. നമുക്ക് മറ്റേ 5 ഭാഗവും ചെയ്ത പോലെയല്ല ഇവിടെ വരിക എന്നുള്ളത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, അവിടെ 1.5 സെൻറ്റിമീറ്ററിന് ഗ്യാപ്പിട്ട്. അപ്പോൾ വേറൊരു പ്രത്യേകത, ലെഫ്റ്റിൽ എങ്ങനെയാണോ വരക്കുന്നത് അങ്ങനെ തന്നെയാണ് റൈറ്റിലും വരിക. അവിടെ ഒരു സിമിട്രി ഉണ്ട്. ബാലൻസ് ചെയ്താണ് വരക്കുന്നത്. ചില വരകൾ വരക്കുമ്പോൾ നമ്മളോട് മാറിപ്പോവും. എന്നാലത് മാറിയിട്ടുണ്ടെങ്കിൽ അന്നേരം, അതായത് പിന്നീട് ചെയ്താലും മതി. ചിലപ്പോൾ വേറൊരു രൂപത്തിൽ വരുമ്പോൾ ആ വരക്ക് നേരെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ പെൻസിൽ കൊണ്ടേ നിങ്ങൾ വരക്കാവൂ. യെസ്, ഇനി ഓരോന്നും ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഗ്യാപ്പ് 6 ഭാഗത്തും ഉള്ള ഗ്യാപ്പ് ഒരു സ്റ്റാറാണ്. ഡിസൈനിന് പുറമെ ഉള്ളിലുള്ള ഗ്യാപ്പ് സ്റ്റാറായി തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം.
ചുമ മാറിയിട്ടില്ല. ഇപ്പോൾ കടുത്ത വേനലായതുകൊണ്ട് അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിത് അവസാനം ബ്ലാക്ക് ചെയ്തതിന് ശേഷം കാണിക്കുന്നുണ്ട്. അത് ശരിക്ക് ആ ചിത്രം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ പെൻസിൽ കൊണ്ടുള്ള വരകൾ ബ്ലാക്ക് ആക്കാവൂ. കാരണം ചില വരകൾ എനിക്ക് 2 സ്ഥലത്ത് തെറ്റിപ്പോയിരുന്നു. അപ്പോൾ തെറ്റിപ്പോയത് നമ്മൾ പിന്നെ ബ്ലാക്ക് കൊണ്ട് വരക്കുന്നതിന് മുമ്പേ കണ്ടാൽ നമുക്ക് അത് ഒഴിവാക്കിയെടുക്കാം. ഇതൊക്കെ യൂണിറ്റ് കണക്കാക്കി തന്നെ ചെയ്യുന്നതുകൊണ്ട് അളവ് കറക്റ്റായിരിക്കും. ഏങ്കിൾ നമ്മൾ നോക്കിയിട്ടില്ല, പ്രൊട്രാക്ട് എടുത്തിട്ടൊന്നും അളന്നിട്ടില്ലെങ്കിലും എല്ലാ ഏങ്കിളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60 ഡിഗ്രിയോ 120 ഡിഗ്രിയോ തന്നെയായിരിക്കും. വരക്കുന്ന എല്ലാ വരകളും നമ്മൾ കുട്ടികൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാരലൽ ലൈൻസാണ്. ഓരോ വരയും പാരലൽ ലൈൻസാണ്. അതുപോലെ ഏങ്കിൾ, അതിൻ്റെ റേഷ്യോ 1:2 ആണ്. ചെറിയ ഏങ്കിളും വലിയ ഏങ്കിളും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. ഏതാണ്ട് അവസാനിക്കാനായി ഇനി ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന, ബ്ലാക്ക് കൊണ്ട് വരച്ചതിന് ശേഷം കൃത്യമായിട്ട് ഇതാണ് നമ്മൾ ശരിക്കും വരകൾ എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് തെറ്റിപ്പോവാതെ ഇത് ഈ രൂപത്തിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബ്ലാക്ക് ആക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വരക്കുമ്പോഴുള്ള പ്രയാസം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഞാനിത് ഒരു 5-6 തവണ മാറി വരച്ചിട്ടാണ് ഈ രൂപത്തിലാവുന്നത്. അപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള, പക്ഷേ നമുക്ക് മാത്സിന് വേണ്ട ആ സൂക്ഷ്മതയും കൃത്യതയും ഒക്കെ വളരെ കൃത്യമായി പിന്നെ ആ ലെങ്ത്ത്, അതായത് 1 മില്ലിമീറ്റർ പോലും വ്യത്യാസം ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം. ഇതാ കളർ കൊടുക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിനോട് ചേർന്ന ആ ഭാഗത്തെല്ലാം ഇപ്പോൾ എല്ലാ കട്ടകളിലും യെല്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ആ ചിത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡെല്ലാം അപ്പോൾ 3 സൈഡുണ്ട് ഇതിന്. 3 സൈഡിന് 3 കളറാണ് കൊടുക്കുക. ഇനി മറ്റൊരു വശം, അതായത് മുകളിൽ നിന്നുള്ളതാണ് കാഴ്ചയെങ്കിൽ ഇതാ. അപ്പോൾ വലത്തെ മുകളിൽ നിന്നുള്ള കാഴ്ചയിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം റെഡാണ് കൊടുത്തത്. ഇനി അടുത്ത ഭാഗം ഏതാണ്? അടുത്ത ഭാഗം താഴെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ 3D എഫക്റ്റുള്ള ചിത്രങ്ങൾക്ക് 3 സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് ഉണ്ടാകുക. അപ്പോൾ മേലേന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലാം അവിടെ ആ സൈഡൊക്കെ റെഡാണ്. താഴെ നിന്ന്, അതായത് ലെഫ്റ്റ് സൈഡ് താഴെ നിന്നാണ് നോക്കുന്നതെങ്കിൽ എല്ലാം യെല്ലോ ആണ്. ഇനി റൈറ്റ് സൈഡ് താഴെ നിന്നാണ്
നോക്കുന്നതെങ്കിൽ ആ ഭാഗമെല്ലാം ഓറഞ്ചുമാണ്. ഇതായിപ്പോൾ ഞാൻ പറഞ്ഞ ആ സ്റ്റാർ ചിത്രത്തിൻ്റെ ഉള്ളിലായിട്ട് 6 സ്റ്റാർ വെള്ള നിറത്തിൽ വളരെ കൃത്യമായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അവിടെ മാത്രം വര വന്നിട്ടില്ല. അപ്പോൾ ഓരോന്നും മുന തൊട്ട് മുന കുത്തി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല രസമുള്ളൊരു ചിത്രമാണ്. ഈ വെക്കേഷൻ കാലത്ത് ഒരു ചലഞ്ചായിക്കൊണ്ട് നിങ്ങൾക്കിത് വരച്ചെടുക്കാം. ആദ്യം ചെറിയ A4 പേപ്പറിൽ തന്നെ ചെറുതാക്കി വരച്ചുകൊണ്ടും പിന്നീട് ചാർട്ട് പേപ്പറിൽ ആനുപാതികമായി ഇരട്ടിയാക്കിയിട്ട് 1.5 എന്നുള്ളതിന് പകരം 3 സെൻറ്റിമീറ്റർ ആക്കി 3ൻ്റെ ഗുണിതങ്ങൾ എടുത്തുകൊണ്ട് വലുതാക്കി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നന്നായി തന്നെ വരയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.